വാർത്ത. ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തേടി സംസ്ഥാനങ്ങൾക്ക് സുപ്രീംകോടതിയുടെ നോട്ടീസ്. തട്ടിപ്പുകൾ തടയാനെടുത്ത നടപടി അറിയിക്കാനാണ് നിർദ്ദേശം. സുപ്രീംകോടതി സ്വമേധയാ സ്വീകരിച്ച ഹർജിയിലാണ് മറുപടി തേടിയത്. ആർ അച്യുതൻ വിശദാംശങ്ങളുമായി. അച്യുതൻ, കേരളത്തിൽ ഉൾപ്പെടെ ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പുകൾ ധാരാളമായി നടക്കുന്നുണ്ട്. ആ പശ്ചാത്തലത്തിൽ എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് സുപ്രീംകോടതി നടപടി? അനുജ, ഈ ഹരിയാന അംബാലയിലെ ഒരു സ്ത്രീ നൽകിയ പരാതിയിലായിരുന്നു സുപ്രീം കോടതി സ്വമേധയാ ഇടപെട്ടത്. അതിൽ ആദ്യം തന്നെ ആശങ്ക രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. അതായത് ഈ വ്യാജ ജുഡീഷ്യൽ രേഖകൾ നിർമ്മിക്കുന്നത് നീതിന്യായ വ്യവസ്ഥയ്ക്ക് മേലുള്ള പൊതുജനങ്ങളുടെ വിശ്വാസ്യതയെ ബാധിക്കും എന്നുവരെ കോടതി നിരീക്ഷിച്ചു. ഇന്ന് ഇത് പരിഗണിക്കവേ വീണ്ടും അറിയിച്ചിരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങൾക്കും ഇതുമായി ബന്ധപ്പെട്ടൊരു നോട്ടീസ് സുപ്രീം കോടതി നൽകിയിട്ടുണ്ട്. അതായത് നിലവിൽ സ്വീകരിച്ചിരിക്കുന്ന FIR, അതിന്റെ വിശദാംശങ്ങളും ഇത് ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പിനെതിരെ നടത്തിയിട്ടുള്ള നടപടികൾ ഉൾപ്പെടെ വിശദീകരിക്കാൻ ആവശ്യപ്പെട്ടാണ് ഈ നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ കേസുകൾ CBIക്ക് കൈമാറാനുള്ള ഒരു താല്പര്യം സുപ്രീം കോടതി പ്രകടിപ്പിക്കുകയുണ്ടായി. എന്നാൽ അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. എന്നാൽ അത് ഹരിയാന സർക്കാർ എതിർക്കുകയും ചെയ്തിട്ടില്ല. മറിച്ച് കേന്ദ്രത്തിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ അറിയിച്ചത് ഇത് CBI ഡയറക്ടറുമായി സംസാരിച്ച ശേഷം എന്താണ് എന്നുള്ളത് കോടതിയെ അറിയിക്കാമെന്നുള്ളതാണ്. കാരണം നിരവധി കേസുകൾ ഉള്ളത് കൊണ്ട് തന്നെ CBIക്ക് അതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതുൾപ്പെടെയുള്ള ബുദ്ധിമുട്ടുകൾ അത് നോക്കേണ്ടതുണ്ട്, അത് പരിഗണിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ CBI ഡയറക്ടറോട് ഇക്കാര്യം ചർച്ച ചെയ്ത ശേഷം കോടതിയിൽ അറിയിക്കാമെന്നാണ് ഇപ്പോൾ SG പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഇതിലിപ്പോൾ എല്ലാ സംസ്ഥാനങ്ങൾക്കും നോട്ടീസ് നൽകിയിരിക്കുകയാണ് സുപ്രീം കോടതി. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.